ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നത്. ബഡ്ജറ്റ് കേരളത്തിന് എന്ത് നൽകും, എന്ത് പ്രതീക്ഷകളാണുള്ളത്? ഈ വിഷയമാണ് ന്യൂസ് 18 ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ധനകാര്യമന്ത്രിമാർക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത്. കേന്ദ്ര സംസ്ഥാന ധനകാര്യമന്ത്രിമാർ പണപ്പെരുപ്പം പിടിച്ചു നിർത്താനും കൂടുതൽ വളർച്ചാ നിരക്ക് സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ഇതിൽ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. കലാധരൻ പറവൂരിൽ നിന്ന് ചേരുന്നു. കലാധരൻ, എന്ത് പ്രതീക്ഷിക്കണം കേരളം ഈ ബജറ്റിൽ? നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് ബഡ്ജറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പുരോഗതി ഉണ്ടെന്ന് ഉള്ളത് നമ്മൾ തർക്ക വിഷയമാണ്. പുരോഗതി ഉണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ഏത് രാജ്യവും പുരോഗമിക്കാത്തത്. പക്ഷേ ഇന്ന് മാറി മാറി ഭരിക്കുന്ന ഈ സർക്കാരുകൾ, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും, BJP കേരളം ഭരിച്ചിട്ടില്ല, ഇന്ത്യ ഭരിക്കുന്നുണ്ട്. കണ്ണു തുറന്ന് കാണുന്നവർക്ക് കാണാം എന്താ വസ്തുത എന്നുള്ളത്. വസ്തുതയെ മറച്ചു വെച്ച് വെറും രാഷ്ട്രീയമായിട്ടുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും, രാഷ്ട്രീയ ചായ വെച്ച് രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. അപ്പൊ ബജറ്റിൽ നിന്ന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല. വസ്തുത അതാണ്. എന്താ പ്രതീക്ഷ? ജനങ്ങളിൽ നിന്ന് ജീവിക്കാൻ വഴിയില്ലാതെ നെട്ടോട്ട് ഓടുകയാണ്. തെണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പെണ്ണുങ്ങളുടെ ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ത് പണിയാണ് ഇവിടെ നടക്കുന്നത്? ആക്ച്വലി ഞാൻ അവർക്ക് നേരിട്ട് പറയാറുണ്ട്, നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് 300 രൂപയ്ക്ക് 300 സർക്കാർ തരുന്നില്ലേ? വല്ല പണിയെടുക്കണ്ടായിരുന്നു. ഈ കുറ്റവും കുറവും കുറച്ചിലും പറയാനല്ലാതെ ഈ പെട്ട കാര്യമല്ല. പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ പുരോഗതി. ഒന്നുമില്ല സാർ, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. ജോലി ചെയ്യാതെ ഒരു കുടുംബം മുന്നോട്ട് പോവോ? തോന്നുന്നുണ്ടോ സാറിന്? ഈ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. കാരണം വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചേ മതിയാവും, പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ടതുണ്ട്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ മഞ്ചേരിയിലുണ്ട്. മുഹമ്മദിന് എന്ത് തോന്നുന്നു? ഈ ബഡ്ജറ്റ് വളർച്ചാ നിരക്ക് വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു ബഡ്ജറ്റായിരിക്കുമോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കേരളത്തിലെ സാധാരണക്കാരൻ എന്ത് പ്രതീക്ഷിക്കണം മുഹമ്മദ്? ഞാൻ പറയുന്നു, ഈ ബഡ്ജറ്റ് ഇവിടെ കേരളത്തിന്റെ ജനങ്ങളെയും പാവപ്പെട്ടവന്റെയും വികസനത്തിന്റെയും പിന്നെ എന്ന് വേണ്ട എല്ലാ ചെയ്ത് തുടങ്ങിയ എല്ലാ പണികളും കേരളയിൽ പോലക്കത്തതും എല്ലാം ഈ ഗവൺമെന്റ് ഈ ബജറ്റിൽ പൂർത്തീകരിക്കും. ഈ ബജറ്റ് കൊണ്ട് പാവങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടും. ഈ ബജറ്റിനെ പോലക്കത്തെ നല്ലൊരു ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സർക്കാർ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ, ക്ഷേമ പദ്ധതികൾ ഒക്കെ പ്രതീക്ഷിക്കുന്നു അല്ലേ മുഹമ്മദ്? ക്ഷേമ പെൻഷനും കൂട്ടും എന്നാണ് മുഹമ്മദ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. ഇപ്പോൾ പാലക്കാട് നിന്ന് കണ്ണദാസൻ ചേരുന്നു. കണ്ണദാസൻ, ഈ ബഡ്ജറ്റിന്റെ ഒരു ഫോക്കസ് എന്തിലേക്കായിരിക്കും? എന്തായിരിക്കും പ്രധാനമായും കേരളം ബഡ്ജറ്റിൽ നിന്ന് നോക്കിക്കാണുക? എന്തായിരിക്കും കേരളത്തിന് ലഭിക്കുക? ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് കെമിക്കലിലെ ജീവനക്കാരനാണ്. 2001 AK ആന്റണി സർക്കാർ സ്ഥാപനം പൂട്ടിയിട്ട് ഇതുവരെ പുനരുദ്ധാരണം നടത്തിയിട്ടില്ല സാർ. അത് പുനരുദ്ധാരണം നടത്തിയ 1000 പേർക്ക് ജോലി കിട്ടും. പിന്നെ ചെത്തുതൊഴിലാളികളാണ് പാലക്കാട് ജില്ലയിൽ അധികവും. ചെത്തുതൊഴിലാളികളൊന്നും ഇപ്പൊ മക്കളൊന്നും ആരും ചെത്തുതൊഴിലിന് പോകുന്നില്ല. അപ്പൊ അതിനും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാൽ വളരെ ഉപകാരം. ചാരായ നിരോധനം മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. വിദേശ മദ്യം വേണമെന്നുണ്ട് വേണ്ടാന്നുണ്ട്. ഈ 2 അഭിപ്രായമാണ്. അപ്പൊ കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് കെമിക്കല് പുനരുദ്ധാരണം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അതിലെ ജീവനക്കാരനാണ് സാറേ. അത് കേരള സ്റ്റേറ്റ് 1979 വന്നാണ്. 1000 പേർക്ക് നേരിട്ട് ജോലി കിട്ടും. ചന്ദ്രിക സോപ്പുകാർ ഏറ്റെടുക്കാൻ പറഞ്ഞാണ്. പക്ഷെ കേരള സർക്കാർ അതിന് അനാസ്ഥ മൂലം സ്ഥാപനം ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ് സാറേ. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. ഇപ്പോൾ ജിതിൻ പാലക്കാട് നിന്ന് ചേരുന്നു. ജിതിൻ, ബഡ്ജറ്റ് സാധാരണക്കാരന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുമോ? എന്ത് തോന്നുന്നു ജിതിന്?
ഇതിപ്പോ കേരള ബഡ്ജറ്റ് ഇനി വരാൻ പോകണം. അപ്പോ ഇതിൽ പറയുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. നമ്മൾ സാധാരണ പോലെ മുമ്പ് നടന്ന പോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഈ പ്രഖ്യാപനങ്ങൾക്ക് ഇതിന് വേണ്ടത്ര നമുക്കുള്ള വരുമാനം, നമ്മുടെ റവന്യൂ അത്ര നമുക്ക് വരുമാനം ഉണ്ടോ, വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സുകൾ നമുക്കുണ്ടോ, ഇല്ല എന്നാണ് നമ്മുടെ വസ്തുത. കാരണം നമ്മുടെ പ്രധാന വരുമാനം മദ്യവും ലോട്ടറിയാണ്. ഇനി ഈ ബഡ്ജറ്റിൽ നോക്കിയാൽ മദ്യത്തിന് വില കൂട്ടാൻ നിൽക്കും. ഈ മദ്യത്തിനെ നമ്മൾ ഇങ്ങനെ മദ്യത്തെ മാത്രം ആശ്രയിച്ച് ഒരു സർക്കാർ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നത് ശരിയല്ലല്ലോ. നമുക്കിവിടെ വ്യവസായം വേണം. ഇപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ഇപ്പോഴും വ്യവസായം എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് മോൾ വന്നാൽ വ്യവസായമായി എന്നാണ്. അല്ല, വാസ്തവത്തിൽ ഇവിടെ ഒരു പ്രൊഡക്ഷൻ, അതായത് നേരിട്ട് പ്രൊഡക്ഷൻ, അതായത് ഇവിടെ വ്യവസായങ്ങൾ വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ വ്യവസായങ്ങളിൽ നിന്ന് അവിടെ നേരിട്ട് തൊഴിൽ നൽകാൻ കഴിയുള്ളൂ. ഇതിപ്പോ അപ്പൊ അങ്ങനെ സ്റ്റേറ്റിന് ടാക്സും കിട്ടും. ഇത് കുറെ ഷോപ്പിംഗ് മോൾ വരുമ്പോൾ അവർ പൈസ കളക്ട് ചെയ്യണം, അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല, കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കുറച്ച് ടാക്സ് ഗവൺമെന്റ് കിട്ടും. പക്ഷെ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ ഒരുപാട് കമ്പനികൾ കേരളത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാണ്ട് എന്നും ഈ ലോട്ടറിയും മദ്യത്തെയും മാത്രം ആശ്രയിക്കുമ്പോൾ അത് വളരെ നന്ദി ജിതിൻ. ലോട്ടറിയും മദ്യത്തെയും മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. കൂടുതൽ വ്യവസായങ്ങൾ വരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, പ്രത്യേകിച്ച് യുവാക്കളുടെ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഇതൊക്കെ വളരെ അത്യാവശ്യം തന്നെയാണ്. ഏതായാലും പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുന്നു. വീണ്ടും ഈ വിഷയവുമായി അല്പസമയത്തിനകം നമുക്ക് ചർച്ചകൾ പുനരാരംഭിക്കാം. പൊതുവേദി തുടരുന്നു. ഈ ബഡ്ജറ്റിൽ നിന്ന് കേരളം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദുബായിൽ നിന്ന് അബ്ദുറഹ്മാൻ ചേരുന്നു. അബ്ദുറഹ്മാൻ, ദുബായിൽ നിന്നാണ് ചേരുന്നത്. പ്രവാസികൾ എന്ത് പ്രതീക്ഷിക്കുന്നു ഈ ബഡ്ജറ്റിൽ കേരളത്തിനായി? കേന്ദ്രത്തിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുമുണ്ട്. കാരണം പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതിന് ഇനിയും പല കാര്യങ്ങളും ഈ ഗവൺമെന്റിൽ നിന്ന് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്രം പ്രതികാര നടപടിയുമായിട്ട് തമിഴ്നാടിനോടും കേരളത്തിനോടും പോകും. പക്ഷെ അതെല്ലാം വകവയ്ക്കാതെ കഴിയാവുന്നതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്യും. പക്ഷെ എനിക്ക് താങ്കളുടെ ഒരു തെറ്റ് തിരുത്താനുണ്ട്. അത് താങ്കൾ തന്നെ തിരുത്തേണ്ടതായിരുന്നു. ഹലോ, എന്താണ് കലാധരൻ എന്ന് പറഞ്ഞൊരു സ്ത്രീകളെ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം അദ്ദേഹത്തെ പോലുള്ളവരുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾ പോയിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ് അത്. അഭിപ്രായമല്ല, കാരണം അദ്ദേഹമൊക്കെ കുടിച്ചു വലിച്ചെറിഞ്ഞ് ഉടച്ചിടുന്ന കുപ്പികൾ പോലും കാലിലും കയ്യിലൊക്കെ തറച്ചും കൊണ്ടും പാമ്പും തേളിന്റെ ഇടയിലെ കൂടി എല്ലാം ഈ കാടും ഇതൊക്കെ വെട്ടിത്തെളിച്ചും കൊണ്ടിട്ട് നമ്മുടെ നാടിന്റെ സൗന്ദര്യം നിലനിർത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സ്ത്രീകളെ പറഞ്ഞത് തീരെ ശരിയായിട്ടില്ല. അതേതായാലും ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. തൊഴിലുറപ്പ് ജോലി എടുക്കുന്ന സ്ത്രീകൾ കേരളത്തിന് വലിയ സംഭാവന നൽകുന്നു എന്ന് തന്നെയാണ് ഞങ്ങളും കണക്കാക്കുന്നത്. ഇന്ത്യയില് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ആയിരിക്കും കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ നന്ദി അബ്ദുറഹ്മാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ശശി ചേരുന്നു. എന്ത് പ്രതീക്ഷിക്കണം ഈ ബഡ്ജറ്റിൽ? എങ്ങനെ തോന്നുന്നു? എന്തായിരിക്കും ഈ ബഡ്ജറ്റിന്റെ ഒരു ഔട്ട്കം? അടുത്ത ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന നിലയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ഈ വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്നാണോ കരുതേണ്ടത്? അതോ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ സഹായങ്ങൾ ലഭിക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രത്തിന് തീർച്ചയായിട്ടും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ടെന്നാൽ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ കൂടുതൽ കാർഷിക രംഗത്ത് നല്ല രീതിയിലുള്ള കാർഷിക രംഗത്ത് കൂടുതൽ നേട്ടമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. അനിൽകുമാർ ചേരുന്നു. അനിൽകുമാർ, കായംകുളത്ത് നിന്നാണോ വിളിക്കുന്നത്? കായംകുളത്ത് നിന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പൊതു പ്രതീക്ഷ എന്താണ് അവർക്കൊക്കെ ബഡ്ജറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അവിടുത്തെ കേരള ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സർക്കാർ വന്നാലും, കേരളത്തിൽ വരുന്ന ഏത് സർക്കാർ വന്നാലും അത് ആ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു സാമ്പത്തികം, നമുക്കൊരു അടിസ്ഥാനമില്ലാതെ നമുക്ക് സാമ്പത്തികത്തിന്റെ അവലോകനം പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവര് ചുമ്മാ ഒരു ഓഫർ, ജനത്തിന് ഒരു ഓഫർ കൊടുക്കുക. നമുക്ക് ഒന്നാമത് വേണ്ടത് നമുക്ക് വ്യവസായമായിട്ടുള്ള അടിത്തറയാണ് വേണ്ടത്. നമുക്ക് വ്യവസായ അടിത്തറ ഇല്ല. ഉണ്ടോ? ഇവിടെ ഇല്ല. നമുക്ക് വ്യവസായത്തെ ആ അടിത്തറയില്ല. നമുക്ക് ഈ വ്യവസായങ്ങളെ കൊണ്ടുവന്നാലേ അതിനുള്ള സാമ്പത്തിക ലാഭം കേരളത്തിനുണ്ടാവത്തുള്ളൂ.
ഉൽപാദന മേഖലയ്ക്ക് കുറെ കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതായിരിക്കും ഒരുപക്ഷെ അങ്ങ് ഉദ്ദേശിച്ചത്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. സാജൻ വർഗീസ് കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. സാജൻ, യുവാക്കൾക്കൊക്കെ പ്രാതിനിധ്യം നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കുമോ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കുമോ, എങ്ങനെ നോക്കിക്കാണുന്നു സാജൻ ഈ ബഡ്ജറ്റിനെ? സാറേ, സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്ത ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച അത്രയും പേപ്പർ കളയണോ എന്നുള്ളതാണ്. കാരണം കുറെ പൈസ കടമെടുത്ത് അത് ദിവസേന ചിലവഴിക്കുന്ന ഒരു പദ്ധതിക്ക് ഒരു എസ്റ്റേറ്റ് കങ്കാണിയെ പിടിച്ചിരിച്ചാലും അദ്ദേഹം ചെയ്യും. അതിനൊരു ഫൈനാൻസ് മിനിസ്റ്റർ പോലും ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. രണ്ടാമത്, കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, നമ്മൾ ബാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൃഷിക്കാരെ ആദരിക്കുകയും മാനിക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്തടത്തോളം കാലം ഒരു സംസ്ഥാനത്തിനും ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കർഷകനാണോ? ഞാൻ കർഷകനുമാണ്, ഞാൻ സാമൂഹ്യ പ്രവർത്തനവുമാണ്. അത് ശരി. എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? പറമ്പിൽ അല്പം കൊടിമുളകുണ്ട്, കൊടിമുളകുണ്ട്, 2-3 ഏലമുണ്ട്. ആകെ 30 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ അതെല്ലാം പണിയുന്ന ഒരാളാണ്. ഏതായാലും ഈ നാണ്യവിളകൾക്കൊക്കെ ഒരു ഊന്നൽ കിട്ടും എന്ന് കരുതാം അല്ലേ ഈ ബഡ്ജറ്റിൽ? സാറേ, 1 കിലോ ഏലക്ക ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഉൽപാദന ചാർജ് കേവലം 1000 രൂപയാകും. 800 രൂപയ്ക്കാണ് മാർക്കറ്റിൽ എടുക്കുന്നത്. കൊടിമുളക് ഒരു മനുഷ്യനെ കൂലി കൊടുത്ത് പറയിപ്പിക്കണമെങ്കിൽ 750 രൂപ കൊടുക്കണം. അതിന് 500 രൂപ പോലും മാർക്കറ്റിൽ വിലയില്ല. നാണ്യവിളകളുടെയൊക്കെ ഒരു കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നാണ് ഏതായാലും സാജൻ പറയുന്നത്. അത് മാറും എന്ന് നമുക്ക് ഏതായാലും പ്രത്യാശിക്കാം. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. ഇപ്പോൾ ആലുവയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. എലിയാസ്, എന്ത് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ? എറണാകുളം പോലുള്ള നഗരങ്ങളുടെയൊക്കെ വികസനം ലക്ഷ്യം വെക്കുമോ? എനിക്ക് അറിയാം, പൊതുവേദി ആയതുകൊണ്ട് ഞാൻ ന്യൂസ് 18 വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറേ, ഞങ്ങളൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഞാനല്ല, 14 ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇപ്പൊ ജോലി കഴിഞ്ഞു, റിട്ടയർ ചെയ്തു അല്ലേ? എന്തോ? കെട്ടിട നിർമ്മാണ മേഖലയിലായിരുന്നു, ഇപ്പോൾ വിശ്രമത്തിലാണ് അല്ലേ? പെൻഷൻ പറ്റിയിട്ട് സാറേ 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഇതുവരെ പെൻഷനുകളുടെ വിതരണം ഫലപ്രദമല്ലെന്നാണോ? പക്ഷേ ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ളതുവരെ കൊടുത്തു തീർത്തു എന്നാണ് ധനമന്ത്രി അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണോ? എന്റെ സാറ് പറഞ്ഞെങ്കിൽ 14 ജില്ലയിലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കായ ഞങ്ങൾക്ക് ഇതുവരെ ഒരു 6 മാസമായി പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ ഈ ക്ഷേമ പദ്ധതികൾ ഒക്കെ ഉണ്ടാകും എന്ന് കരുതാനില്ല എന്നാണ് സാജൻ കരുതുന്നത് അല്ലേ? അല്ല സാറേ, ഇത് പറച്ചലേ ഉള്ളൂ സാറേ. ഇത് ഞങ്ങൾ അംശാദായമായിട്ട് 50 രൂപ വെച്ച് മാസം ഇതിനകത്ത് 1 കോടി രൂപയോളത്തോളം വരുമാനമുണ്ട്. ഈ പൈസ 50 രൂപ വെച്ച് അടയ്ക്കുന്നത്. ഈ പൈസ മുഴുവൻ ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക. പെൻഷൻ തരാണ്ട് എന്തിനും ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്ന എന്തിനും ആവശ്യമില്ലല്ലോ. ഏതായാലും വളരെ നന്ദി ഏലിയാസ്, ഈ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. ഈ വിവരം നമ്മളും ഒരു വാർത്തയായി പരിശോധിക്കാം. ഏതായാലും ഇപ്പോൾ മോഹനൻ തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. മോഹനൻ, എന്താണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് മോഹന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള എന്താ പറഞ്ഞാൽ, ഞങ്ങള് ഇത് കിനാലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ബാലുശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ തലശ്ശേരി എന്നാണ് വിചാരിച്ചത്. അല്ല, കിനാലൂര്. അപ്പൊ ഞാൻ പറയാം, നമ്മളെ ഈ ബഡ്ജറ്റിൽ ഈ പ്രാവശ്യമെങ്കിലും ഈ എയിംസിനെ കുറിച്ച് വ്യക്തമായ ഒരു നിലപാടുണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഞങ്ങളെ സ്ഥലമൊക്കെ എക്കർ ചെയ്തിട്ട സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യമെങ്കിലും എയിംസ് പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. കാരണം എന്താണ്, ഞങ്ങളെ സ്ഥലത്ത് ഇങ്ങനെ ആക്കിയിട്ട് കുറെ മാസങ്ങളായി. ഇപ്പൊ ഒരു വ്യക്തത കിട്ടാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ എയിംസ് വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം കൃഷ്ണയ്യർ കൃഷ്ണയ്യർ ചേരുന്നു. കൃഷ്ണയ്യർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് നിന്നാണോ വിളിക്കുന്നത്? എന്ത് തോന്നുന്നു ഈ ബഡ്ജറ്റ്? എന്താണ് ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെ കാണണം ഈ ബഡ്ജറ്റിനെ? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. പക്ഷെ ഇതിന്റെ ഒരു 50% പോലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കാണുന്നില്ല. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ടും അത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. പിന്നെ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടിൽ അനുഭവിക്കുന്നവരുടെ ക്ഷേമം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു
ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒരു 70 വയസ്സിന് മുകളിലുള്ളവർക്ക് യാതൊരുവിധ പരിരക്ഷയും ഒരു ഇൻഷുറൻസ് ഏജൻസികളും കൊടുക്കുന്നില്ല. അപ്പോൾ സാമൂഹിക പരിരക്ഷയ്ക്ക് ഊന്നൽ നൽകണം എന്നാണ് അങ്ങ് വ്യക്തമാക്കുന്നത്. വളരെ നന്ദി ശ്രീ കൃഷ്ണയ്യർ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നു. എന്താണ് അങ്ങയുടെ പേരെന്താണ്? അജയ് കുമാർ. അജയ് കുമാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ബജറ്റ് സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ബജറ്റായിരിക്കുമോ? സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു ബജറ്റായിരിക്കുമോ? അല്ല, ഇപ്പോഴത്തെ കാലത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ബഡ്ജറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വിഷയം അതല്ല. വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കുറെ കണക്കുകളാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പൊ നമ്മളിത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടെങ്കിലും എന്തോ ആയിക്കോട്ടെ, നമ്മളത് ബഡ്ജറ്റ് ചെയ്യുന്നു. എന്താണ് ബഡ്ജറ്റ്, എന്താണ് നമ്മുടെ വരുമാനം, എന്താണ് നമ്മുടെ ചെലവ്. ഇപ്പം ഈ കഴിഞ്ഞ ബഡ്ജറ്റില് ഇത്ര വരുമാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ഇത്ര ചെലവുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിനകം ഇതിൽ എത്ര വരുമാനം നമുക്ക് കിട്ടി, എത്ര ചെലവ് നമ്മൾ ചെലവാക്കി എന്നുള്ളതൊരു കണക്ക് നമ്മൾ ആരും കാണുന്നില്ല. ധനസ്ഥിതി പുറത്ത് ധവളപത്രം പുറപ്പെടുവിക്കണം. നിങ്ങൾ ഇത്ര മില്യൺ അല്ല ഇത്ര കോടി രൂപയുടെ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തു, ഇന്ന രീതിയിൽ വരുമാനം, അത് ഇത്ര കുറച്ചാണ് നമുക്ക് കിട്ടിയത്. അത് കുറയാനുള്ള കാരണം എന്താണ്, അല്ലെ കൂടിയതിനുള്ള കാരണം എന്താണ്? ചെലവുകൾ നമ്മൾ ഇത്രയാണ് വെച്ചിരുന്നത്, പക്ഷെ അത് കൂടുതൽ ചെലവായി, അതിനുള്ള കാരണം എന്താണ്? ഇത് നമ്മളെ കഴിഞ്ഞ ബഡ്ജറ്റുകളെ ഒരു അവലോകനത്തിന് കൂടി ഈ ബഡ്ജറ്റുകളുടെ കാലഘട്ടത്തിൽ എല്ലാ ബഡ്ജറ്റുകളും അത് അങ്ങ് ഉന്നയിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എന്തൊക്കെ നടപ്പിലായില്ല എന്നുള്ള ഒരു അവലോകനം വളരെ അത്യാവശ്യമാണ്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് സ്വാമിനാഥൻ ചേരുന്നു. സ്വാമിനാഥൻ, പാലക്കാട് ഒരു കാർഷിക മേഖലയാണ്. കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് ഈ ബജറ്റ് വലിയ പ്രാധാന്യം നൽകും എന്ന് കരുതുന്നുണ്ടോ? പാലക്കാട് ജില്ലയിലെ കേൾക്കാം, പറയൂ സ്വാമിനാഥൻ. പാലക്കാട് ജില്ലയിലെ കർഷകരെ ഏറ്റവും ദുരിതത്തിലിരിക്കുന്ന ഒരു സമയമാണ്. അത് ശരി. നെല്ല് കൊടുത്തിട്ട് 3 മാസമായി, പൈസ കിട്ടാൻ യാതൊരു വഴിയില്ല. സ്വാമിനാഥൻ ഒരു നെൽകർഷകനാണോ? നെൽകർഷകനാണ്. അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ആത്മഹത്യ ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഈ കർഷകരുടെ വിഷയം പക്ഷെ പാലക്കാട്ടിലെ കർഷകരുടെ വിഷയം പല ഘട്ടങ്ങളിലായി നമ്മൾക്ക് ഉയർത്തുന്നതാണ്. എന്നിട്ടും ഇവിടെ 12 MLA-മാരുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒരു പാർട്ടിയിലെ MLA-മാര് പോലും കർഷകനായ മന്ത്രിമാര് മെയിനായിട്ടുള്ള മന്ത്രിമാരുണ്ട്. ഒരു മന്ത്രിമാരെങ്കിലും ഇതിനു വേണ്ടി നിയമസഭ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമസഭയിൽ ഒരഭിപ്രായം പോലും ഇതിനു വേണ്ടി പറയുന്നില്ല. അത് ശരി. 3 മാസമായിട്ട് ഇപ്പോ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അല്ല, 3 മാസമായിട്ട് പലിശ നമ്മൾ ബാങ്കിന് കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ബജറ്റിൽ നിന്ന് എന്താണ് കർഷകർക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? കർഷകർക്ക് ഇളവ് തേക്കണം, അല്ലെങ്കിൽ നെല്ലിന്റെ പൈസ കൊടുക്കാനുള്ള നീക്കങ്ങളിലൊക്കെ അതിനുവേണ്ടി നീക്കിയിരിപ്പുണ്ടാകണം അല്ലേ? അതെ, കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയ പൈസ പോലും സംസ്ഥാന ഗവൺമെന്റ് കൃഷിക്കാർക്ക് കൊടുക്കുന്നില്ല. വളരെ നന്ദി സ്വാമിനാഥൻ. ഈ കർഷകരുടെ പ്രശ്നങ്ങൾ അത്രമാത്രം വലുതാണത്. ശരിക്കും കുറെ കൂടെ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പിന്നീട് ഒരു ദിവസം വരാം. ഏതായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. ഗോപകുമാർ കൊല്ലത്തുനിന്ന് ചേരുന്നു. ഗോപകുമാർ, എന്താണ് ഗോപകുമാർ പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റിൽ നിന്ന്? ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പ്രഹസനമല്ലേ സാർ? പ്രഹസനം തന്നെയാണ്. കാരണം ഇത്രയും നാളായിട്ട് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബാധ്യത 4 ലക്ഷം കോടി രൂപയായിരിക്കുന്നു. സ്ഥിരമായിട്ട് നമുക്ക് റവന്യൂ ഇല്ല. പിന്നെ എന്തെങ്കിലും ബജറ്റാണ് ഇത്? ആരെ കബളിപ്പിക്കാനാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്? ശരി. ഗോപകുമാർ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാനിപ്പം റിട്ടയർഡായി. ഹൗസിംഗ് ഫിനാൻസിലാണ്. അതെ. അപ്പോൾ കാര്യമായ ഒന്നും ഈ ബജറ്റുകളിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. അത് വെറും പ്രഹസനം മാത്രമാണെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം.